ഹലോ, അസ്സലാമലൈക്കും. ബഷീറാണ് റിച്ച് കിച്ചണിൽ നിന്ന്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇതാ കണ്ടോ, നിങ്ങളുണ്ടോ, മട്ടൻ്റെ എല്ല്, ഫ്രഷ് മട്ടൻ്റെ എല്ല്. അതിന് കൂടെ വേറൊരു സാധനം, കരള എന്നറിയും, കയ്പ, പിന്നെ കുറച്ച് വെജിറ്റബിള്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇന്ന് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു അറബിക് കറി, അത് പക്ഷേ ഇന്ത്യൻ സ്റ്റൈലാക്കിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. മട്ടൻ ബൽക്കി കറി, വെറൈറ്റിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഈ മട്ടന് കേക്ക് വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. ഇത് അപ്പോൾ കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മട്ടൻ്റെ എല്ലിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും. ഇപ്പം നമ്മൾ മട്ടൻ്റെ എല്ല് ഞാൻ കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട്. കുക്കറിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് തിളച്ചും കൊണ്ട് വരും. എന്നപ്പം ഈ തിളച്ച് വരുന്നതിൻ്റെ മേലുള്ള കുറച്ച് ഒരു വേസ്റ്റ് ഉണ്ടാകും. ആ വേസ്റ്റൊക്കെ നമുക്കൊന്ന് മുക്കി ഒഴിവാക്കിയിട്ട് ഇത് ചെറുതാക്കി ഒന്ന് ഒരു മുക്കാൽ ഭാഗം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് പൊന്തി തിളച്ച് വരട്ടെ. അപ്പം നമ്മളെ മട്ടന് ബലക്കിക്കറി ഉണ്ടാക്കാനുള്ള മട്ടൻ ഇത് അവിടെ കുക്കായി കൊണ്ടുവെക്കുന്നുണ്ട്. കുക്കറിലുണ്ട്, ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ കട്ട് ചെയ്തിരിക്കുന്ന ടൊമാറ്റോ, ഡ്രൈ ഗരം മസാല, പ്യാജ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിപ്പൊടി, കാശ്മീരി മുളക്, അറബിക് മസാല, മഞ്ഞൾപ്പൊടി, കരള, വെജിറ്റബിള്. കരള എന്നൊരു നേരങ്ങൾ വിചാരിക്കേണ്ടത് കൈപ്പാട്ട് നമ്മുടെ നാട്ടിലെ. ഇത് അറബിക് ഫുഡാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, അറബിക്കല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ എല്ല് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ മട്ടൻ കൊണ്ടുള്ള ബൽക്കി കറി ഉണ്ടാക്കാനുള്ള ബൽക്കി മസാല ഉണ്ടാക്കാൻ, അതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം എടുത്ത് വെച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ ഗരം മസാല ഇതാ ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലം, പട്ട, ചെരീരകം, വലിയ ജീരകം, അതൊന്നും ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഗരം മസാല ഇതാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് ഇതിൽ കിടന്നിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ട് ആ പച്ചമണം മാറി കിട്ടുന്നവരെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കണം. പച്ചമണം മാറിയിട്ട് ഇതിൻ്റെ ആ പച്ച കളറെല്ലാം കൂടി മാറിയിട്ട് ഒരു മഞ്ഞ കളർ ഇങ്ങോട്ടായി വരും. അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്ത് എടുത്ത് വെച്ചാൽ ഉള്ളിട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അടിപൊളി ഫ്രൈ ആക്കി കൊണ്ട് എടുത്തിട്ടുണ്ടല്ലോ. ബാക്കി മസാലകളൊക്കെ ആഡ് ചെയ്ത് തക്കാളിയൊക്കെ ആദ്യം ഉള്ളി നല്ലോണം ഫ്രൈ ആക്കി കൊണ്ട് എടുക്കുക. ഇപ്പം നമ്മളെ ഉള്ളി ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണല്ലോ, ഇതേപോലെ ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് എണ്ണയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കുക. അപ്പോൾ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ടൊമാറ്റോ നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം. ഒരു കുക്കാട്ടെ, ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കായിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാവരുടെ കാര്യം പറയാനുള്ള, ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വീഡിയോ ചിലപ്പോൾ ഷേക്ക് ചെയ്തിട്ടുണ്ടാവും, സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി നമുക്ക് മസാല ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കണം. ഇതിൽ കിടന്നിട്ട് നമ്മൾ ആ മസാലൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടും. നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മളെ മസാല ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് ആ വെള്ളമൊന്നുമില്ലാതെ ആക്കി എടുത്തിട്ടുണ്ട്. മസാലൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാതില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ വെള്ളത്തിൽ ചെറിയ തീയെ കിടന്ന് ഞാൻ ഈ മസാല ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മളെ മട്ടൻ ഇതാ കുക്കറിലുണ്ട്. അപ്പം കുക്കറൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. മട്ടൻ എന്താക്കി കുക്കായിക്കോ അല്ലേ എന്നുള്ളതൊന്ന് ഓപ്പൺ ആക്കി.
അപ്പോൾ നമ്മളെ മട്ടനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ഇട്ട് റെഡിയാക്കി വെച്ച മസാലയിൽ കാട് ചെയ്ത് കൊടുക്കുക. ആ മസാല കണ്ടതാ, മസാല എണ്ണയൊക്കെ തിളഞ്ഞ് വന്ന് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇനി മട്ടനും എടുത്ത് വെച്ച് വെജിറ്റബിളും എല്ലാം കൂടി നമുക്ക് ആദ്യം വെജിറ്റബിളില്ല കാട് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളെ കിരകളുണ്ട് കേട്ടോ, അത് ആഡ് ചെയ്യില്ല, അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മട്ടനും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മട്ടൻ ഈ വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വെള്ളം നമ്മൾ ഒഴിവാക്കി കളയരുത്, നമ്മൾ നല്ലോണം കേക്ക് വൃത്തിയാക്കി എടുത്ത മട്ടനാണ്, ആ വെള്ളതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇപ്പം ഞാൻ മട്ടനും ആഡ് ചെയ്ത് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് ഇതിലേക്ക് നല്ലോണം ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. വെള്ളം കുറവാണ്, നമുക്ക് ദിവസം കൊണ്ട് വെള്ളമാണ്. മട്ടൻ കുറച്ചും കൂടി ഒന്ന് കുക്കാവാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളമുണ്ട്, ആ വെള്ളം എടുത്തിട്ട് കുറച്ചും കൂടി ഇല്ല കൊഴിച്ച് കൊടുത്ത് ഞാൻ ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് കരള ആഡ് ചെയ്ത് കൊടുക്കുക. അതാ നമ്മളെ മട്ടൻ ബൽക്കി കറി ഇതാ തിളച്ച് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചും കൂടി കുക്കാവാനുണ്ട്. ഇനി ഇതാ നമ്മളിട്ട വെജിറ്റബിളൊക്കെ കണ്ടതാ അടിപൊളി കറിയാണ്. ഇനി നമുക്ക് ഇതിലൊക്കെ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കരളിട്ട് കൊടുക്കാം. അപ്പോൾ കരയില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇത് ഇതിൽ കിടന്ന് കുക്കാവട്ടെ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ കരയിലയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ എസം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം, നല്ല ടൈറ്റായി വരും കറി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ ഒന്ന് ഇളക്കി. ഇപ്പം നമ്മളെ ഇന്ത്യൻ മട്ടൻ ബൽക്കി മസാലക്കറി, ഇത് ഒരു അറബിക് ഡിഷ് എന്നാണ്, പക്ഷേ ഞാനത് ഇന്ത്യൻ്റെ ഡിഷാക്കി ഉണ്ടാക്കിയത് മസാലക്കറിയാണ്. മട്ടൻ കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള അടിപൊളി കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടതാ നല്ല ടേസ്റ്റിലുള്ള കറിയാണ്. എല്ലൊക്കെ ബന്ധം ഞാനിതാ വേറെ വിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതേപോലെ റിച്ചൂസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക. ബെല്ലൈക്കൺ അമർത്തുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ അമർത്തണേ. അപ്പോൾ ഇനിതാ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ, ശുഭരാത്രി, ശുഭനിദ്ര. ഓക്കേ.